നമസ്കാരം, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദി ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രേഖാചിത്രമാണ് നോക്കിയതെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സെൻസ്മരൻ ഓർ രേഖാചിത്രമേ ക്യാ അന്തർ ഹെ. ഇത് രണ്ടും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്? നമ്മൾ പറയില്ലേ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ എന്ന്. അതേപോലെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ രേഖാചിത്രവും സെൻസ്മരണും തമ്മിലുള്ളൂ. അതെന്താണെന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ക്ലിയർ ആക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് സെൻസ്മരൻ എന്താന്ന് നോക്കാം, എന്നിട്ട് രേഖാചിത്രൻ എന്താണെന്നും നോക്കാം. ഓക്കെ, സെൻസ്മരനിൽ നമുക്ക് തുടങ്ങാം. സെൻസ്മരൻ किसी व्यक्ति, घटना या स्थान के बारे में लेखक के व्यक्तिगत अनुभवों और यादों का वर्णन होता है. ഓക്കെ, സോ സെൻസ്മരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഘടനയാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റി ലേഖകൻ തന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളെയും വർണ്ണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻസ്മരൻ എന്ന് പറയുന്നത്. എന്നാൽ രേഖാചിത്ര ആകട്ടെ, ജബ്കി രേഖാചിത്ര किसी व्यक्ति, वस्तु या स्थान का एक संक्षिप्त चित्रात्मक और कलात्मक वर्णन होता है. സോ രേഖാചിത്രം എന്ന് പറയുന്നത് എന്താണ്? അതിലും എന്ത് വരുന്നുണ്ട്? വ്യക്തികളെ പറ്റിയിട്ടുള്ള വർണ്ണന വരുന്നുണ്ട്, വസ്തുക്കളെ പറ്റി വർണ്ണന വരുന്നുണ്ട്, സ്ഥലത്തെ പറ്റി വർണ്ണനയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയുള്ള വർണ്ണനയാണ്? സംക്ഷിപ്തമാണ്, പ്രിസൈസ് ആയിട്ടുള്ളതാണ്. അതോട് കൂടാതെ അത് ചിത്രാത്മക, അതായത് ഒരു പിക്ചറൈസേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓർ കലാത്മക വർണ്ണനാണ്. പക്ഷെ സംസ്മരണിൽ നമ്മൾ എന്താണ്? ലേഖകന്റെ വ്യക്തിഗത അനുഭവമാണ്, അതും അദ്ദേഹത്തിന്റെ ഓർമ്മകളും ഒക്കെ കൂട്ടിയിണക്കിയിട്ടുള്ളതാണ് സംസ്മരണ വരുന്നതെങ്കിൽ രേഖാചിത്രത്തിൽ വരുന്നത് എന്താണ്? ഒരു വ്യക്തിയാവട്ടെ, വസ്തുവാവട്ടെ, സ്ഥലത്തിന്റെ സംക്ഷിപ്തമായിട്ടുള്ള പിക്ചറൈസേഷൻ, അതും കലാത്മകമായിട്ടുള്ള വർണ്ണനയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങില്, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെൻസ്മരന്റെ വിഷയം, ടോപ്പിക് ഇങ്ങനെയുള്ളതാണ്. കിസി വിശിഷ്ട വ്യക്തി, ഘടന या स्थान से जुड़ा होता है जिसमें लेखक के व्यक्तिगत अनुभव और भावनाएं शामिल होती है. സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ഒരു വ്യക്തിയാവട്ടെ, വസ്തുവാവട്ടെ, ഇൻസിഡന്റ് ആവട്ടെ, അതിനെയൊക്കെ ലേഖകൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസിന്റെ, അപ്പം അയാൾ കണ്ടിട്ടുള്ള അനുഭവങ്ങളും അയാൾ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളെയും പറ്റി വർണ്ണിക്കുന്നതാണ്. ഇപ്പം KVയിൽ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു, ബീഹാറിലെ എന്താ പറയുക, ഭാട് വന്നിട്ടുള്ള ഒരു സമയത്ത്, വെള്ളപ്പൊക്കവും ഒക്കെ വന്നിട്ടുള്ള സമയത്ത് ആ ലേഖകൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിനെ പറ്റിയിട്ട് ഒരു ചാപ്റ്റർ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ചാപ്റ്റർ പേര് ഞാൻ മറന്നുപോയി. അപ്പം അത് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അതിൽ എഴുതിയിട്ടുള്ളത്. സോ അപ്പം അത് സെൻസ്മരണാണ്. കാരണം എന്താ? അതിന് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകളും അദ്ദേഹം ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ അതിൽ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ രേഖാചിത്രത്തിലേക്ക് വരുമ്പം അവിടെ ചിത്രാത്മക ശൈലിക്കും സംക്ഷിപ്തമായിട്ടും അതിനെ വർണ്ണിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതിലാണെങ്കിൽ അദ്ദേഹം, സെൻസ്മരണാണെങ്കിൽ അദ്ദേഹം അതിനെ വളരെ കൃത്യമായിട്ട് തൻ്റെ അനുഭവങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് എഴുതുന്നത്. ഇനി നമുക്ക് സെൻസ്മരന്റെ ശൈലി, ഏത് തരത്തിലുള്ള ശൈലിയിലാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻസ്മരൻ में लेखक अपनी यादों और अनुभवों को व्यक्त करने के लिए किसी भी शैली का उपयोग कर सकता है. സോ ഇന്ന ശൈലിയിൽ എഴുതണം, ഇന്ന ശൈലിയിൽ എഴുതാൻ പാടുള്ളൂ, ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ, അങ്ങനത്തെ ഒരു ഡയമെൻഷൻസും അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ഓർഡേഴ്സും ഒന്നുമില്ല. ലേഖകന് ഏത് സ്റ്റൈല് വേണമെങ്കിലും സെൻസ്മരന് ഉപയോഗിക്കാവുന്നതാണ്. സോ ദർ ഇസ് നോ ലിമിറ്റേഷൻ ഫോർ ശൈലി. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി എന്താണ് സെൻസ്മരൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? व्हाट इज द एम? लेखक के अनुभवों को साझ करना और पाठकों को उन अनुभवों से जोड़ना होता है. എന്താണ്? ലേഖകൻ തന്റെ എക്സ്പീരിയൻസ്, അനുഭവം അല്ലെ, തന്റെ എക്സ്പീരിയൻസിനെ സാജ് കർണ എന്ന് വെച്ചാൽ ടു ഷെയർ, തന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാനാണ്. ആരുടെ അടുത്തേക്ക്? പാഠകർ, റീഡേഴ്സിന്റെ അടുത്തേക്ക് തന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം സെൻസ്മരനിലൂടെ
ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ ലക്ഷ്യം തന്നെ. സോ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ കിസി മിത്ര കെ സാത്ത് ബിത്തായേ പൽ. സോ ഞാൻ ബാംഗ്ലൂർ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടോപ്പിക് അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പല ഹിന്ദിയിലെ റൈറ്റേഴ്സ് അവർ ഒന്നിച്ചിരുന്നിട്ടുണ്ടായിരുന്ന സമയങ്ങൾ, അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയങ്ങൾ, അവർ ചർച്ച ചെയ്തിട്ടുള്ള കവിതകൾ, കഥകൾ, തമാശകൾ, അതൊക്കെ എഴുതിയത് ഞാൻ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പണ്ട് അവർക്കൊരു ചാപ്റ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ മിത്രോം കെ സാത്ത് ബിത്തായേ പൽ, കിസി യാത്ര കെ ദൗറാൻ ക അനുഭവം, ഒരു യാത്ര പോയ സമയത്ത് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ബീഹാറിലെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള രചന. അല്ലെങ്കിൽ കിസി വിശിഷ്ട വ്യക്തിസെ മുലാഖാത്ത്, ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേമസ് പേഴ്സണെ നമ്മളിപ്പോൾ ഗാന്ധിജിയെ മീറ്റ് ചെയ്തു, അദ്ദേഹത്തിന് മീറ്റ് ചെയ്ത സമയത്ത് പോർബന്തറിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെ മീറ്റ് ചെയ്തു, അമിതാഭ് ബച്ചനെ മീറ്റ് ചെയ്തപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ്, അദ്ദേഹമായിട്ട് ഞാൻ പേഴ്സണലി കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്, സെൻസ്മരണിൽ വരുന്നത്. സോ ലേഖകൻ തൻ്റെ അനുഭവങ്ങളാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അതേപോലെ തന്നെ അതിന് ശൈലി ഇന്ന ശൈലിയിൽ എഴുതണം എന്നില്ല. സെൻസ്മരണിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ എക്സ്പീരിയൻസ് തൻ്റെ റീഡേഴ്സിന് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ സെൻസ്മരൺ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ രേഖാചിത്രത്തിലേക്ക് പോവാണ്. രേഖാചിത്രത്തിന്റെ വിഷയം എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കിസി ഭി സാധാരണ വിഷയ പർ ലിഖാ ജാ സക്താ ഹൈ, ഏതെങ്കിലും നോർമൽ ടോപ്പിക്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ജैसे कि कोई വ്യക്തി, വസ്തു, സ്ഥാൻ യാ ദൃശ്യ, ഏത് ടോപ്പിക്കിലും വ്യക്തിനെ പറ്റിയിട്ടാവട്ടെ, വസ്തുവിനെ പറ്റിയിട്ടാവട്ടെ, എന്തെങ്കിലും സ്ഥലത്തെ പറ്റിയാവട്ടെ, ഇനി ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, എന്തെങ്കിലും ഒരു പിക്ചറിനെ പറ്റിയിട്ടാവട്ടെ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ പറ്റിയാവട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് ടോപ്പിക്കായിട്ട് എടുക്കാം. ഇനി അതിന്റെ ശൈലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലേഖകോ ചിത്രാത്മക ശൈലി കാ ഉപയോഗ കർണാ ചാഹിയേ. ഒക്കെ ഒരു പിക്ചറൈസേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം രേഖാചിത്രം എഴുതേണ്ടത്. നമ്മുടെ ഗില്ലു ഓർത്താൽ മതി അല്ലെ. സോ ആ ഗിൽഹരിന്റെ പറ്റിയിട്ട് ലേഖിക പറയുമ്പം അവരുടെ റൂമിലൂടെ നടക്കുന്നതും അവരുടെ തലയിൽ കയറിയിരിക്കുന്നതുമായിട്ടുള്ള ഗില്ലു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഗില്ലുവിന്റെ പിക്ചർ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് അല്ലെ. അതിന് വയ്യാണ്ടാവുന്നതും ഒക്കെ നമുക്കും ആ ഫീലിങ്സ് കിട്ടുന്നുണ്ട് അല്ലെ. സോ ചിത്രാത്മക ശൈലിയാണ് അതിൽ വേണ്ടത്. ജിസ്മേ ശബ്ദോं का उपयोग कम और कलात्मक अभिव्यक्ति अधिक होती है. സോ വേർഡ്സ് കുറച്ചും അതിൽ കലാപക്ഷം കൂട്ടിയും ആണ് എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് രേഖാചിത്രത്തിന്റെ ലക്ഷ്യം? വാട്ട് ഇസ് ദ എയിം? रेखाचित्र का उद्देश्य किसी विषय को ആകർഷക് और जीवंत तरीके से प्रस्तुत करना होता है. സോ ആകർഷകമായിട്ട് അതിന് ഒരു ലൈഫുള്ള ഒരു രചനയായിട്ട് ആളുകളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് രേഖാചിത്രത്തിന്റെ ഉദ്ദേശം. സോ എന്തുകൊണ്ടാണ് ഇന്നും നമ്മുടെ മനസ്സിൽ ഗില്ലു ജീവിക്കുന്നത്? അതിന് അത്രമാത്രം ആകർഷകമായിട്ടാണ്, അട്രാക്റ്റീവായിട്ടും അതൊരു ലൈഫുള്ള, ഇപ്പോഴും ആ ഒരു ഗില്ലുനെ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഗിൽഹരിനെ കാണുകയാണെങ്കിൽ എനിക്കിപ്പോഴും ആദ്യം ഓർമ്മ വരുന്നത് മഹാദേവി വർമ്മേൻ്റെ ഗില്ലുവാണ്. സോ എന്തുകൊണ്ടാണ് അത് അത്രയും അട്രാക്റ്റീവായിട്ട്, അതും ലൈവായിട്ടുള്ളൊരു രചന മാതിരിയാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രസൻറ്റേഷൻ സ്കില്ലാണത്. ഓക്കെ, സോ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം കിസി വ്യക്തി കാ പോർട്രേറ്റ്, ഓക്കെ, കിസി ഷഹർ കാ ദൃശ്യ അല്ലെ, ഏതെങ്കിലും ഒരു പട്ടണത്തിനെ പറ്റി. ഇപ്പം ഞാൻ പോണ്ടിച്ചേരിയാണ്, ഇപ്പോൾ പോണ്ടിച്ചേരിയിലെ സ്ഥലങ്ങളെ പറ്റിയിട്ട്, പോണ്ടിച്ചേരിയിലെ നഗരങ്ങൾ, ഫ്രഞ്ച് കോളനികൾ, ഇതൊക്കെ പറ്റിയിട്ട് ഞാൻ വർണ്ണിച്ചിട്ട് എഴുതുമ്പം നിങ്ങൾക്ക് പോണ്ടിച്ചേരി പോയ പോലെ ഒരു ഫീൽ ആയിരിക്കും. ഞാൻ അങ്ങനെ ഒരു രേഖാചിത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ കിസി വസ്തുക്ക വിവരം. ഇപ്പം എൻ്റെ അടുത്തുള്ള ഒരു പെണ്ണ്, ചിലപ്പോൾ എനിക്ക് ഗാന്ധിജി തന്നിട്ടുള്ള പെണ്ണായിരിക്കാം. സോ ആ പെണ്ണിനെ പറ്റി ഞാൻ വർണ്ണിക്കുമ്പം ആ പെണ്ണ് അതേപോലെ ഒരു ഫൗണ്ടൻ പെൻ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതായിരിക്കും ഓൾ ടുഗദർ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു ചിത്രം. സോ രേഖാചിത്രം എപ്പോഴും ആകർഷകമായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പം നമുക്ക് പ്രിസൈസ് ആയിട്ട് ഫൈനലി ഒന്ന് നോക്കാം. വിശേഷതായി എന്ന് പറയുമ്പം വിഷയം എന്താണ്? സെൻസ്മരന്റെ വിഷയം എന്ന് പറയുന്നത് കിസി വ്യക്തി, ഘടന, സ്ഥാനാണെങ്കിൽ രേഖാചിത്രന്റെ വിഷയം എന്ന് പറയുന്നത് കൊയ് ബി സാധാരണ വിഷയമാണ്. ശൈലി സെൻസ്മരണിൽ നോക്കുകയാണെങ്കിൽ കൊയ് ബി ശൈലി, ഇഷ്ടമുള്ള ശൈലിയിൽ എഴുതാം. രേഖാചിത്രത്തിലാണെങ്കിൽ ശൈലി എന്താണ്? ചിത്രാത്മക ശൈലിയാണ്. ലേഖക സംബന്ധ് എന്താണ്? സംവേദനാത്മക സംബന്ധമാണ് സെൻസ്മരണിലുള്ളതെങ്കിൽ രേഖാചിത്രത്തില് നിഷ്പക്ഷ രേഖാങ്കൻ, നിഷ്പക്ഷ രേഖാങ്കനാണ്. സംവേദനശീൽ എന്ന്, സംവേദനാത്മക എന്ന് വെച്ചാൽ എന്താണ്? നമ്മള്
എൻ്റെ ഫീലിങ്സ് എൻ്റെ പാഠകിലേക്ക്, എൻ്റെ റീഡേഴ്സിലേക്ക് കൂടെ എത്തിക്കണം എന്നുള്ളൊരു ഫീലിങ്സിലാണ് ചെയ്യുന്നത്. രേഖാചിത്രത്തിൽ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് തന്നെയാണ് ലേഖക് എഴുതുന്നത്. ഓക്കെ, സോ ലക്ഷ്യം എന്താണ്? അനുഭവങ്ങൾക്കോ സാജ് കർണ, തൻ്റെ എക്സ്പീരിയൻസിനെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംസ്മരണന്റെ ലക്ഷ്യം. അതേസമയം രേഖാചിത്രന്റെ ലക്ഷ്യം എന്താണ്? വിഷയങ്ങൾക്കോ ആകർഷക ढंग പ്രസ്തുത കർണ, വിഷയത്തിനെ വളരെ അട്രാക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ്, എങ്കിൽ പോലും രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ കമൻറ്റ് കൂടിയേ തീരൂ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.